ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. വീഡിയോ ഇടാൻ അല്പം വൈകിപ്പോയി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുതിയ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും വീഡിയോയിലേക്ക് കിടക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ താളം എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിൽക്കുന്നത്. സാധാരണ താളം നമ്മൾ ഒരു കീർത്തനം പാടി താളം പിടിക്കുമ്പം ആ കീർത്തനം ഏത് താളത്തിലാണോ ആ താളം നമ്മളെ അധ്യാപകർ ആ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇപ്പം ആദ്യ താളത്തിലുള്ള കീർത്തനം പഠിപ്പിക്കണം, ആദ്യ താളം എങ്ങനെ പിടിക്കണം, അതിൻ്റെ വിരലുകൾ എങ്ങനെ എണ്ണണം, എങ്ങനെ സമമടിക്കണം, എങ്ങനെ ബീറ്റ്, ഇത് പറഞ്ഞു കൊടുക്കും. അപ്പൊ കുട്ടികൾ അവർ ആദ്യ താളം എന്താണ് എന്ന് ചോദിച്ചാൽ കുട്ടികൾ അത് പറയും, അത് ചെയ്ത് കാണിക്കും. അതിനുപരിയായിട്ട് താളത്തിന്റെ മറ്റ് തലത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. താളത്തിന്റെ മറ്റ് വിവിധ തലത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ താളം അല്ലെങ്കിൽ ആ താളം അല്ലെങ്കിൽ രൂപതാളം ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഒരു പക്ഷേ ചെയ്യും. അപ്പൊ അതിനുപരിയായിട്ട് താളത്തിന്റെ മറ്റ് ഭാഗത്തിലേക്ക് കടന്നാൽ, എക്സാമ്പിളായിട്ട് അതിൻ്റെ ലഘു എന്താണെന്ന് ചോദിച്ചാൽ മിക്ക കുട്ടികൾക്കും അത് പറയാൻ സാധിക്കത്തില്ല. അതുപോലെ ദ്രുതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. അനുദ്രുതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കുട്ടികൾക്ക് അറിയത്തില്ല. ദ്രുതം എന്ന് പറഞ്ഞാലും അനുദ്രുതം എന്ന് പറഞ്ഞാൽ ലഘു എന്ന് പറഞ്ഞാലോ കുട്ടികൾക്ക് അത് അറിയത്തില്ല. അത് കുട്ടികൾക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് അത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന അത്യാവശ്യം പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് അത് പറഞ്ഞു കൊടുത്തെങ്കിൽ കുട്ടികൾക്ക് അതറിയാൻ പറ്റും. സാധാരണ നമ്മൾ സംഗീതം പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുന്ന ആദ്യതാളത്തിലുള്ള സ്വരങ്ങളാണ്. ആദ്യതാളം അത് പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യതാളം പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യതാളം എന്താണെന്ന് കുട്ടികൾക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ അലങ്കാരം തുടങ്ങിയപ്പം അലങ്കാരത്തിന്റെ നമ്മൾ 1 0 1 U സിമ്പൽ ഇങ്ങനെ കൊടുത്തിരിക്കും. ഇത് മിക്ക കുട്ടികൾക്കും അറിയത്തില്ല ഇത് എന്താണെന്ന് സംഭവത്തില്ല. 1 0 1 U ഇങ്ങനെ സിമ്പൽ കൊടുത്ത് ഇത് എന്താണെന്ന് ഒട്ടുമിക്ക കുട്ടികൾക്കും ഇത് സംഭവം എന്താണെന്ന് അറിയത്തില്ല. അപ്പം 1 നമ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് എണ്ണത്തെ കാണിക്കുന്ന ഒരു സംഖ്യയാണ്. അപ്പം 1 2 3 4 നമ്മൾ സമം കഴിഞ്ഞ് എത്ര എണ്ണമായാലും അത് 3 ആയാലും 5 ആയാലും 7 ആയാലും 9 ആയാലും എത്ര ആയാലും ആ എണ്ണത്തിന്റെ സിമ്പിളാണ്, എണ്ണത്തെ കാണിക്കുന്ന സിമ്പിളാണ് ഈ 1 എന്ന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 0 സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അടിയും ഒരു വീച്ചുമാണ് വരുന്നത്. ഒരു വീടും അടിയും ഒരു ബീറ്റും വരുന്നതിനാണ് നമ്മൾ 0 സിമ്പിൾ കൊടുക്കുന്നത്. ഇനി ഒരടി മാത്രം വരുന്ന നമ്മൾ U സിമ്പിളാണ് കൊടുക്കുന്നത്. പക്ഷെ ഇത് കുട്ടികൾക്ക് അറിയത്തില്ല. അപ്പം സാധാരണ ഈ താളത്തിനകത്ത് നമ്മൾ 5 വകഭേദങ്ങളുണ്ട്. 5 വകഭേദങ്ങൾ. ഒന്നാമത്തെ 5 ജാതി എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ അക്ഷരക്കാലമാണ് ഉദ്ദേശിക്കുന്നത്. ജാതി എന്ന് പറയുന്നത് അക്ഷരക്കാലം. ഇപ്പൊ 5 സ്വരങ്ങൾ വരുന്നത് അതൊരു ജാതിയാണ്. അതുപോലെ തന്നെ 3 സ്വരങ്ങൾ വരുന്നത് അതൊരു ജാതിയാണ്. അതുപോലെ 7 സ്വരങ്ങൾ വരുന്നത് അതൊരു ജാതിയാണ്. അതുപോലെ 9 സ്വരങ്ങൾ വരുന്നത് അതൊരു ജാതി. ഇപ്പൊ ഇങ്ങനെ ജാതി സ്വരത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് അതിന് ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പം 4 അക്ഷരം വരെ നമ്മൾ ചതുരസ്ര ജാതി എന്നാ പറയുന്നത്. ചതുരസ്ര ജാതി 4 അക്ഷരം. അപ്പൊ നമ്മൾ അടി കഴിഞ്ഞ് 1 2 3 4 അപ്പം സമയം കഴിഞ്ഞ് പിന്നെ 3 അക്ഷരം നമ്മൾ എണ്ണുന്ന ആ രീതിക്കാണ് നമ്മൾ ചതുരസ്ര ജാതി എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ ജാതി ചതുരസ്ര ജാതി. ഇനി രണ്ടാമത്തെ ജാതി തിസ്ര ജാതി. തിസ്ര ജാതി എന്ന് പറയുന്നത് 3 അക്ഷരമാണ്. 3 അക്ഷരം വരുന്നത് തിസ്ര ജാതി. അപ്പൊ 1 2 3 അടി കഴിഞ്ഞ് സമം കഴിഞ്ഞ് 1 2 അക്ഷരം വരുന്നു. അപ്പൊ ടോട്ടൽ 3 അക്ഷരം. അതുപോലെ തന്നെ തിസ്ര ജാതി കഴിഞ്ഞ് പിന്നെ അടുത്ത ജാതി എന്ന് പറഞ്ഞാൽ മിശ്ര ജാതിയെ.
മിശ്രജാതിക്ക് നമ്മൾ 7 അക്ഷരം. 7 അക്ഷരം വരുമ്പോൾ നമ്മൾ സമം കഴിഞ്ഞ് 1, 2, 3, 4, 5, 6. അപ്പൊ ഈ ചെറുവിരൽ വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ എണ്ണുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ മിശ്രജാതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ അടുത്ത ജാതി എന്ന് പറഞ്ഞാൽ ഖണ്ഡജാതി. ഖണ്ഡജാതി എന്ന് പറയുമ്പോൾ 5 അക്ഷരമാണ് വരുന്നത്. ടോട്ടൽ 5 അക്ഷരം ഖണ്ഡജാതി. അത് നമ്മൾ സമയം കഴിഞ്ഞ് 1, 2, 3, 4 വിരലുണ്ട്. അടുത്ത സങ്കീർണ ജാതി. സങ്കീർണ ജാതി എന്ന് പറഞ്ഞാൽ 9 അക്ഷരം. 9 അക്ഷരം എന്ന് പറയുമ്പോൾ സമയം കഴിഞ്ഞ് 1, 2, 3, 4, 5, 6, 9, 6, 9. ഇങ്ങനെയാണ് അതിൻ്റെ അക്ഷരം. 9 അക്ഷരം വരും. അപ്പൊ അടി കഴിഞ്ഞ് നമ്മൾ 8 വിരലുണ്ട്. അടി കഴിഞ്ഞ് 1, 2, 3, 4, 5, 6, 7, 8. ഇതാണ് സങ്കീർണ ജാതി. അപ്പൊ ഈ 5 ജാതികൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞെങ്കിൽ നമ്മൾ ജാതി ചേർത്ത് നമ്മൾ ഓരോ താളം പറയുമ്പോൾ ജാതി ചേർത്താണ്. ചതുരശ്രജാതി, തിസ്രജാതി, മിശ്രജാതി, ഖണ്ഡജാതി, സങ്കീർണ ജാതി, ഇങ്ങനെ ജാതി ചേർത്താണ് താളം വരുന്നത്. അപ്പൊ ഈ ജാതി ചേർത്ത് താളം വരുമ്പം അത് എത്ര അക്ഷരമാണ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അത് താളം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ലഘു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നു. ലഘു ദ്രുതം, അനുദ്രുതം. ലഘു എന്ന് പറയുന്നത് നമ്മൾ കൈ സമം കഴിഞ്ഞ് 1, 2, 3 വിരൽ എണ്ണുന്നതിനാണ്. അത് ഈ 5 ജാതി അനുസരിച്ച് ആ സ്വരത്തിന് ഏറ്റക്കുറച്ചിൽ വരും. ഇതാണ് ലഘു എന്ന് പറയുന്നത്. ദ്രുതം എന്ന് പറയുന്നത് ഒരു സമം ഒരു വീച്ച്. ദ്രുതം, ഇതാണ് ദ്രുതം. കുട്ടി സംഗീതം പഠിക്കുന്ന മിക്ക കുട്ടികൾക്കും ദ്രുതം എന്താണെന്ന് അറിയത്തില്ല. അതുപോലെ അനുദ്രുതം എന്ന് പറയുന്നത് നമ്മൾ ഒരു സമം മാത്രം വരുന്ന അനുദ്രുതം എന്ന് പറയുന്നത്. ഒരു സമം അതിന് നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ യു സിമ്പിളാണ്. യു സിമ്പിൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് താളം കൃത്യമായിട്ട് നമുക്ക് ചെയ്ത് പരിശീലിക്കാൻ പറ്റുള്ളൂ. നമ്മൾ താളം പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന എത്ര അക്ഷരമാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് താല്പര്യമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ നിങ്ങൾക്ക് താളത്തിൽ ആസ്പദമാക്കിയുള്ള അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ്.